ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിന്ന് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. ലണ്ടനിൽ പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ വന്നതായിരുന്നു ഓഫീസിലെ ഒരു കാര്യത്തിന്, മീൻസ് മീറ്റിങ്ങിനൊന്നുമല്ല, ഒരു പാർട്ടിക്ക് വന്നായിരുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്കെൻ്റെ വട്ടാണ് ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരാനായിട്ട്. ആക്ച്വലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2-3 പേര് കമ്പനി വിട്ടു പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര നമ്മളോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 പേരായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി ഇനിയിപ്പം കാണാൻ പറ്റുമായിരിക്കും. ഒരാളെ എന്താണെങ്കിലും കാണാൻ പറ്റില്ല, ഒരാൾ മൊറോക്കോയിലുള്ളതാണ്. അപ്പം ആളെ എന്താണെങ്കിലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് ഇവിടെ വന്നത്, ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം. ഇന്നലെ ഉച്ചയായപ്പോൾ പോന്നു, ഇവിടെ വന്ന് പാർട്ടി അറ്റൻഡ് ചെയ്തു, കിടന്നുറങ്ങി, എഴുന്നേറ്റു, അങ്ങനെ രാവിലെ എഴുന്നേറ്റിരിക്കുന്നു. കുളിച്ച് ഫ്രഷായി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അതിൻ്റെ കൂടെ കുറച്ച് കുട്ടി വിശേഷങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഓഫീസിലൊന്നും പോകുന്നില്ല, വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകണം. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാട്ടോ ഈ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ഇവിടെ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നു. ഇനി ഞാൻ പെട്ടെന്നൊന്ന് പുട്ടിയൊക്കെ അടിച്ചൊന്ന് റെഡി ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇറങ്ങാം. അജയ് ചേട്ടനും അവിയും അവിടുന്ന് നോർവിച്ചിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞൊരു കുട്ടിക്കാര്യം, ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പം അവരെത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണം. അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങണം. കാരണം അവർ ഏകദേശം 11:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. അപ്പം അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് പോയൊന്ന് റെഡി ആവട്ടെ കേട്ടോ. അങ്ങനെ എൻ്റെ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഏകദേശം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് ട്രാമും കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട്. അതായത് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് മെട്രോ പിടിക്കാനായിട്ട് കേട്ടോ. നമ്മൾക്ക് ഒരു 11:15 ആകുമ്പോഴത്തേക്കും വിചാരിച്ച സ്ഥലത്ത് എത്തണം. അജയ് ചേട്ടനും അന്നേരത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് പെട്ടെന്നൊന്ന് അവരെ ഫോൺ വിളിച്ചിട്ടും കൂടെ വേണ്ടിട്ട് ഇറങ്ങാനായിട്ട്. ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കേട്ടോ. ഫാരിങ്ടൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പ് അവിടെ എത്തണമെന്ന് ഒരാഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ. ഞാൻ ലാസ്റ്റ് റൗണ്ട് ഒരു ചെക്കിങ്ങിന് വേണ്ടി കയറിയതാണ് ടോയ്ലറ്റിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്, പിന്നെ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇറങ്ങാമെന്ന്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അങ്ങനെ താണ്ടെ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചെക്കൗട്ട് പരിപാടി ഭയങ്കര ഈസി ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമുക്ക് അവിടെ വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. ജസ്റ്റ് അവിടെ ഒരു ബോക്സ് കാണും, അതിൽ നമുക്ക് കീ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം കേട്ടോ. വെളിയിലേക്ക് ഇറങ്ങിയപ്പം ലണ്ടനൊക്കെ ചെറുതായിട്ടൊന്ന് ഓണായിട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ ലൈവ് ആക്ടിവിറ്റീസും ഇല്ലെങ്കിൽ ലണ്ടൻ ടോട്ടലി ഒരു എന്താ പറയുക ഫുൾ ഓൺ മൂഡിലേക്ക് എത്തുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം ഇവിടെ കാണാനും അടിച്ചു പൊളിക്കാനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ നിന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്റ്റേഷനിലേക്ക്. അങ്ങനെ താണ്ടെ ഞാൻ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ താൻ്റെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളും ഒക്കെ. നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്, എവിടെയാണ് ഇറങ്ങേണ്ടത്, എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ട്രാവൽ ചെയ്യുന്നത് കുറച്ച് ഈസിയുള്ള കാര്യം കേട്ടോ. അപ്പം താണ്ടെ എനിക്ക് പോകാനുള്ളത് ജസ്റ്റ് 1 സ്റ്റോപ്പേ ഉള്ളൂ, ഫാരിങ്ടൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ട്രെയിൻ പിടിക്കട്ടെ. ഇപ്പോൾ തന്നെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ട്രെയിൻ വരും. പെട്ടെന്ന് പോട്ടെ കേട്ടോ. ഞാൻ അങ്ങ് നോർവിച്ചിൽ നിന്നുള്ളവരെത്തിയിട്ടും ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഒറ്റ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താ എൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. ഞാൻ എത്തിയത് കുറച്ച് ലേറ്റായി. അങ്ങനെ അജയ് ചേട്ടനെ അവിനെയും കണ്ടു കിട്ടിട്ടോ. ഞങ്ങളപ്പോൾ ഇപ്പം VFSലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ പാസ്പോർട്ട് എക്സ്പയർ ആവാറായി. അത് പുതുക്കലാട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ ഉദ്ദേശം. അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് കുറച്ച് നേരമേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ ഫാരിങ്ടൺ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ലണ്ടനിൽ രാവിലെ ആയതുകൊണ്ട് എല്ലാവരും എഴുതിയിട്ടൊക്കെ ഒന്ന് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നടക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടുത്തെ റഷും കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് ഫ്രൈഡേയും കൂടെ ആണല്ലോ, വലിയ റഷും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പം ഞങ്ങൾ VFSലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവയ്ക്കാണെങ്കിൽ നടക്കാൻ നല്ല മടിയാട്ടോ. അതിൻ്റെയാണ് ഈ കാണുന്നത്. നടക്കതേ അച്ഛ പോണു. നമുക്ക് 1 o'clock അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും ആ സമയത്തിനുള്ളിൽ എത്തും. പോയിട്ട് നോക്കട്ടെ എത്ര സമയം എടുക്കും, എന്താവും എന്നൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടോ ഇവിടെ ഒരു VFSലോ
ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓഫീസിൽ പോകുന്നത്. അപ്പം എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ VFS എത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ അവർ കയറ്റത്തില്ല, പോയിട്ട് ഏകദേശം ഒരു 12:45 ആകുമ്പോഴത്തേക്കും വരാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത് 1 മണിക്കായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, തൊട്ടടുത്ത് കണ്ട ഒരു കഫേയിൽ കയറി കേട്ടോ. നല്ല രസമുള്ള ഒരു കഫേ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കയറി കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് അവിടെ ഇരുന്നു. പിന്നെ 1 മണിയായപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോയി. അവിടെയാണേലും നല്ല സമയം എടുത്തു ഇറങ്ങാനായിട്ട്. VFS അല്ലേ? അതെ, യെസ്. അങ്ങനെ ഞങ്ങൾ VFSന്ന് അപ്പോയിൻമെൻറ്റും, അതായത് അവിടെ പാസ്പോർട്ടിനുള്ള കാര്യമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ. നല്ല വെയിറ്റിംഗ് ആയിരുന്നു. നമുക്ക് 1 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. പക്ഷെ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. നമ്മൾ വിചാരിച്ച ബോറോ മാർക്കറ്റിൽ പോകാമെന്നാണ്. നോക്കട്ടെ ഇനി അതാണോ എളുപ്പം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലമാണോ എളുപ്പം എന്ന് നോക്കണം. ഞങ്ങളിപ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്തോ അപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ പറ്റി എങ്ങോട്ടാണ് പോണേന്ന് നോക്കട്ടെ. ബോറോ മാർക്കറ്റിലാണെങ്കിൽ പോകണമെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ സ്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നടന്നെത്താവുന്ന ദൂരത്തിലായിരിക്കും കേട്ടോ മിക്കയിടത്തും ഉള്ളത്. കാരണം അടുത്തടുത്ത് തന്നെ സ്റ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ തന്നെ നമ്മൾ വേറൊരു സ്റ്റേഷനിലേക്കാട്ടോ വന്നത്. ഇപ്പം നമ്മൾ ബോറോ മാർക്കറ്റ് പോകാമെന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ബോറോ മാർക്കറ്റ് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരുന്നു കേട്ടോ. ഇവിടെ ഇത്രയും വർഷം ഉണ്ടായിരുന്നെങ്കിലും ഞാനിത് ആദ്യമായിട്ടായിരുന്നു വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകൾ എനിക്ക് ഒട്ടും എന്താ പറയുക, അയ്യോ, ചക്ക, മാങ്ങ, തേങ്ങ, അതുപോലെ തന്നെ നമ്മുടെ കപ്പളങ്ങാപ്പഴം, അങ്ങനെ വേണ്ട നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഈവൻ ചേന, ചേമ്പ്, ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന സാധനങ്ങളല്ല, ഈ ആഫ്രിക്കൻ കൺട്രീസിലും അങ്ങനെ കിട്ടുന്ന കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഇങ്ങനെ സാധനങ്ങളെല്ലാം കണ്ട് കുറച്ച് നേരം മാർക്കറ്റിൽ കൂടെ നടക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നല്ല ടയേർഡാണ്, എങ്കിലും ഞങ്ങൾ വിചാരിച്ചു ഏതായാലും വന്നതല്ലേ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. കാരണം എന്തൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നടന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ കാണുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടുന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് നോർവിച്ചിൽ കുറച്ചും കൂടെ റീസണബിൾ പ്രൈസിന് സാധനങ്ങളൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വെറൈറ്റി ഒന്നും അവിടെ കിട്ടത്തില്ല കേട്ടോ. മറ്റേ ഈ പറഞ്ഞ കണക്ക് ഇന്ത്യൻ ഫുഡിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനത്തിൻ്റെ ഒന്നും. പക്ഷേ കുറച്ചും കൂടെ ഈ ഫിഷ്, അതുപോലെ മീറ്റ് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം ഒരു എന്താ പറയുക ബർഗർ പോലത്തെ സാധനം മേടിച്ചു. പിന്നെ ഈ ഒരു സാധനം മേടിച്ചു കേട്ടോ. പിന്നെ അവി പറഞ്ഞു അവയ്ക്ക് ദോശ വേണമെന്ന്. പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്റ്റഫ് ചെയ്ത്, അതായത് പനീറും അതുപോലെ നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത് തരുന്ന ഒരു തരം ദോശ കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നടന്നപ്പോഴാണ് പല വെറൈറ്റി, അതായത് പല കളറിലുള്ള ജ്യൂസ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഞാൻ ഇത് ആദ്യമായിട്ടോ കാണുന്നത്. പിന്നെ അവിടെ നമ്മളൊരു വാട്ടർമെലൻ്റെ ജ്യൂസൊക്കെ മേടിച്ചു. പിന്നെ ബോറോ മാർക്കറ്റിൻ്റെ എന്താ പറയുക ഐക്കോണിക് സാധനം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള സാധനമായിരുന്നല്ലോ നമ്മുടെ സ്ട്രോബെറിയും ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ബാക്കിയെല്ലായിടത്തും കിട്ടായിരിക്കും, പക്ഷേ ഇവിടെ നിന്നാണ് ഇത് ഫേമസ് ആയിരിക്കുന്നത്. ഇതും കുറച്ച് കോസ്റ്റ്ലി ആയിട്ട്, കുറച്ചല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഒരെണ്ണം മേടിച്ചു. എന്താണേലും വന്നാലേ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് എന്നെ കൂടുതലും അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ കടയിലെ ഡെക്കറേഷൻസ്, അല്ലെങ്കിൽ അവരത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് നേരം നിന്ന് നമുക്ക് കാണാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള കൂണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് സമയപരിമിതി ഭയങ്കര എന്താ പറയുക കുറവായതുകൊണ്ട്, അതേ സമയം ഒരുപാടില്ലാത്ത കാരണം നമ്മളെല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണുമായിരുന്നു കേട്ടോ ചെയ്തത്. അതും നമ്മൾ ഒരു സൈഡ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം നമ്മുടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്കൊരു ചെറിയൊരു പോർഷൻ കേട്ടോ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് ഒരു ദിവസം ഇങ്ങോട്ട് തന്നെ ബോറോ മാർക്കറ്റിൽ തന്നെ പോകണം എന്നൊരു ഫീൽ എനിക്കുണ്ട്. കാരണം അവിടെ പോയി കുറച്ച് ഇന്ത്യൻ ഫുഡും അതുപോലെ നമ്മുടെ ചക്ക, മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. പക്ഷേ അറിയത്തില്ല എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ലണ്ടൻ പോകുന്ന ഒരാൾക്കാരല്ലല്ലോ. അപ്പം എത്രത്തോളം പോകാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഇതുപോലെ ഈ എനിക്ക് ഭയങ്കര സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സീ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അത് ലൈവായിട്ട് കുക്ക് ചെയ്യുന്ന തരുന്ന കടകളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ക്യൂവും കാര്യങ്ങളായിരുന്നു. നമുക്ക് 7 മണിക്ക് തിരിച്ച് ട്രെയിൻ ഉണ്ടായിരുന്നു. ഫിക്സ്ഡ് ടൈമിനുള്ളിൽ നമുക്ക് തിരിച്ചു വരണമായിരുന്നു.
പിന്നെ ഇവിടുന്ന് വേറെ ട്രെയിൻ പിടിച്ചിട്ട് വേണം നമുക്ക് ആ സ്റ്റേഷനിലേക്ക് പോകാനും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സമയപരിമിതി ഉള്ള കാരണം എനിക്ക് ഒന്നും ട്രൈ ചെയ്യാനോ ഇല്ലെങ്കിൽ വാങ്ങിക്കാനോ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. എനിക്ക് വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണോ ഒരു സംതൃപ്തിയാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാനും ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണാനും. പിന്നെ ഈ വെറൈറ്റി സാധനങ്ങൾ കൂടുതലും നമ്മൾ കഴിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം എന്താ പറയുക, ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാട്ടോ നേരിട്ട് കാണുന്നത്. ഇതിൻ്റെ സ്കിന്നൊക്കെ തൊട്ട് വെക്കാനും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടേ എന്നെ എന്താ പറയുക, ഒരു അത്ഭുതപ്പെടുത്തിയൊരു സാധനമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ മറ്റേ ചീവീട് അതുപോലെ ഇങ്ങനെ പ്രാണി ഇതിനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണം കേട്ടോ, തിന്നാൻ വേണ്ടി തന്നെ അതുപോലെ വെച്ചേക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ അതൊക്കെ നോക്കി നിന്ന് പിന്നെ എന്താ പറയുക, സന്ധ്യ ആവാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഇപ്പോൾ സമയം ഏകദേശം 4 മണി ആയിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു പോകാം, കാരണം ഈ നടപ്പും കാര്യങ്ങളും എല്ലാം കൂടെ. പിന്നെ ആ VFSലിരുന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും അടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം നമ്മളിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ടേ നമ്മുടെ ട്രെയിൻ കിട്ടി. ഇനി നമുക്ക് നേരെ ലിവർപൂൾ സ്ട്രീറ്റിലേക്ക് പോകാം കേട്ടോ. ലിവർപൂൾ സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ നല്ല ടയേർഡായി. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് വഴിക്ക് ഒരു എന്താ പറയുക, കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് കത്തിയും കാര്യങ്ങളും അടിക്കാം, കുറച്ച് നല്ല ഫ്രഷ് എയർ കിട്ടും. ഇല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഇരുന്ന് കുറച്ച് ആൾക്കാരെ കമൻ്റ് അടിക്കുക, ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഞാനും അജീഷേട്ടനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കമൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ കമൻ്റ് അടിക്കലും പിന്നെ അവിടുത്തെ എന്താ പറയുക, ലണ്ടൻ്റെ ആ ഒരു വൈബൊക്കെ ഒന്ന് ചെറുതായിട്ടിരുന്നൊന്ന് ആസ്വദിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നടന്ന് നേരെ നമ്മൾ സ്റ്റേഷൻ്റെ അകത്ത് പോയി. സ്റ്റേഷൻ്റെ അകത്ത് ചെന്നപ്പം എനിക്ക് പിന്നെയും അവിടെ ഇരുന്നിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നെയും സമയമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത് കണ്ടൊരു കടയിൽ കയറാമെന്ന്. കടയിൽ കയറി കഴിഞ്ഞപ്പോഴോ എൻ്റെ പൊന്നി, വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉള്ളൊരു സ്ഥലം കേട്ടോ. ഒരു വീടുണ്ടായിരുന്നെങ്കിൽ സത്യം പറയാൻ ഞാൻ ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ഈ ഓയിലൊക്കെ ഒഴിച്ച് വെക്കുന്നില്ലേ, അങ്ങനത്തെ സാധനങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളും പല വെറൈറ്റിയിലുള്ള പാത്രങ്ങൾ കേട്ടോ. ഇത്ര ഒരു ഓപ്ഷൻ എനിക്ക് നോർവിച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഒരു വീടൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇനി ലണ്ടനൊക്കെ വരുവാണെങ്കിൽ ഇവിടുന്ന് വല്ലതും കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ഇങ്ങനെ ഭയങ്കര. അതുപോലെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഈ എസ്തെറ്റിക്കായിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പല കളറിലും പല വെറൈറ്റിയിലും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണാനും മേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീടില്ലാത്തതുകൊണ്ടും സ്പേസ് ഭയങ്കര കൺസ്ട്രെയിൻ ആയതുകൊണ്ടും ഞാൻ അങ്ങനെ മേടിക്കാറില്ല. ഭയങ്കര കൺട്രോൾ ചെയ്ത് മേടിക്കുന്ന ഒരാളാട്ടോ ഞാൻ. വീടൊക്കെ മേടിച്ചിട്ട് വേണം ഈ കടയിലേക്ക് പിന്നെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഇത് ലിവർപൂൾ സ്ട്രീറ്റിൻ്റെ അകത്ത് തന്നെയുള്ളൊരു കടയാട്ടോ. കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഡെക്കർ ഐറ്റംസ് അല്ലാതെ പേഴ്സ്, അതുപോലെ തന്നെ വുമൻസിൻ്റെ ക്ലോത്തിങ്, കൂടുതലും വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ. പിന്നെ ഈ ഡെക്കറൊക്കെ ഇഷ്ടമുള്ളവർക്കും കയറാം. അതുപോലെ തന്നെ ഈ ചെടികൾ വെക്കുന്ന ചെടിച്ചട്ടികളും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മുകളിലിരിക്കുന്ന ആ ഒരു പാത്രം കണ്ടില്ലേ, ബനാനയുടെ ഷേപ്പുള്ള, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇനി പോകുമ്പം കിട്ടുമോയെന്ന് അറിയത്തില്ല. പക്ഷേ എന്താ പറയുക, അതാ പറഞ്ഞു, വീടൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും വാങ്ങിക്കും. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കടയുടെ പേര് കിട്ടുവാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എഴുതി കാണിക്കാനോ ഇല്ലെങ്കിൽ മെൻഷൻ ചെയ്യാനോ ഞാൻ ശ്രമിക്കാം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കളക്ഷൻ. പ്രൈസും ഈ വലിയ അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഹൈഫൈ ഒന്നും ആയിരുന്നില്ല. റീസണബിൾ പ്രൈസായിട്ടാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും ഓരോ ചോയ്സ് ഉണ്ടല്ലോ, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നോർവിച്ചിൽ ഇത്രയും ഓപ്ഷൻസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും വെറൈറ്റി ഓഫ് എന്താ പറയുക പാത്രങ്ങളൊക്കെ പല നമുക്ക് എന്താ പറയുക പല ഒക്കേഷൻസിലും പല കാര്യങ്ങൾക്കും വേണ്ടി പിള്ളേർക്കൊക്കെ വേണ്ടിയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ ഇതിൻ്റെ അകത്തോടെ തന്നെയായിരുന്നു കേട്ടോ. സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതിൻ്റെ അകത്തോടെ നല്ല അടിപൊളിയായിട്ട് കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവീനെയും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കുകയും കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് അവിടെ കുറേ നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ലിവർപൂൾ സ്ട്രീറ്റിലെത്തിയിട്ടോ. നമുക്ക് 7 മണിക്കാണ് ട്രെയിനുള്ളത്. അജീഷേട്ടനും അവയും കൂടെ വെള്ളം മേടിക്കാൻ പോയിട്ടോ. വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന വെള്ളവും എടുത്ത വെള്ളമൊക്കെ തീർന്നു. അപ്പോൾ കുറച്ച് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞില്ലേ 7 മണിക്കാണ് ട്രെയിന്. ഇപ്പോൾ സമയം ഏകദേശം 5:45 ഉള്ളൂ. ഒരു 6:30 ആകുമ്പോഴത്തേക്കും ട്രെയിൻ വരും കേട്ടോ. അന്നേരം നമുക്ക് കയറിയിരിക്കാം. നന്നായിട്ട് ടയർഡായി. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നടക്കുന്ന കാരണം എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ട്. ടയർഡാവാത്ത ഒരാൾ അബി മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയത്തില്ല, അവന് മാത്രം ഒരു ടയർഡിനും ഇല്ല. അപ്പോൾ നമുക്കിനി ട്രെയിനൊക്കെ വന്ന് പിടിച്ച് നേരെ വീട്ടിൽ പോവാം. ഞാൻ പറയല്ലോ നല്ല ടയർഡായിട്ടുണ്ട്. ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തും. ഇനി നേരെ കയറി കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.